ഭിന്നശേഷി അവകാശ നിയമം 2016 RPWD ആക്ട് 2016 ഇന്ത്യയിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ രൂപപ്പെടുത്തിയ പ്രധാന നിയമമാണ്. ഈ നിയമത്തിലെ പ്രധാന നിർവചനങ്ങൾ ഡെഫിനിഷൻസ് ചുവടെ ലളിതമായി കൊടുക്കുന്നു. 1. ഭിന്നശേഷിയുള്ള വ്യക്തി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ദീർഘകാല ശാരീരിക, മാനസിക, ബൗദ്ധിക അല്ലെങ്കിൽ സെൻസറി വൈകല്യങ്ങൾ ഉള്ളതിനാൽ സമൂഹത്തിൽ പൂർണ്ണമായി പങ്കാളിയാകുന്നതിന് തടസ്സം നേരിടുന്ന വ്യക്തി. 2. ബെഞ്ച്മാർക്ക് ഭിന്നശേഷി പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി കുറഞ്ഞത് 40% അല്ലെങ്കിൽ അതിൽ കൂടുതൽ വൈകല്യമുള്ളതായി അംഗീകരിക്കപ്പെട്ട വ്യക്തി. 3. ഉയർന്ന പിന്തുണ ആവശ്യമായ വ്യക്തി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഹാവിംഗ് ഹൈ സപ്പോർട്ട് നീഡ്സ് ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സഹായം ആവശ്യമുള്ള വ്യക്തി. 4. സ്ഥാപനം എസ്റ്റാബ്ലിഷ്മെന്റ് സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ, കമ്പനികൾ, സംഘടനകൾ തുടങ്ങിയവ. 5. തടസ്സരഹിതത്വം അക്സസബിലിറ്റി ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് കെട്ടിടങ്ങൾ, ഗതാഗതം, വിവരങ്ങൾ എന്നിവ എളുപ്പത്തിൽ ഉപയോഗിക്കാനാകുന്ന അവസ്ഥ. 6. സമത്വം അക്വാളിറ്റി മറ്റുള്ളവരെപ്പോലെ തന്നെ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന അവസ്ഥ. 7. വിവേചനം ഡിസ്ക്രിമിനേഷൻ ഭിന്നശേഷിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അന്യായമായി വേർതിരിച്ചു കാണിക്കൽ അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കൽ. 8. ഉചിത സൗകര്യം റീസണബിൾ അക്കോമഡേഷൻ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് തുല്യാവകാശം ഉറപ്പാക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ, സഹായങ്ങൾ നൽകൽ. 9. യൂണിവേഴ്സൽ ഡിസൈൻ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും രൂപകൽപ്പന ചെയ്യൽ. 10. സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് തൊഴിൽ അവസരങ്ങൾ നൽകാൻ രൂപീകരിച്ച കേന്ദ്രങ്ങൾ. 11. സംരക്ഷിത അവകാശങ്ങൾ റൈറ്റ്സ് വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ. 12. വൈകല്യങ്ങളുടെ തരം ടൈപ്സ് ഓഫ് ഡിസബിലിറ്റീസ് ഈ നിയമം 21 തരത്തിലുള്ള വൈകല്യങ്ങൾ അംഗീകരിക്കുന്നു. ഉദാഹരണം കാഴ്ച വൈകല്യം, കേൾവി വൈകല്യം, ഓട്ടിസം, സെറിബ്രൽ പാലസി, ലോക്കോമോട്ടർ വൈകല്യം തുടങ്ങിയവ. Rights of Persons with Disabilities Act, 2016, RPWD Act, 2016, is a major law enacted to ensure the rights of persons with disabilities in India. The main definitions in this act are given below in simple terms. 1. Person with disability: a person who is prevented from participating fully in society due to long-term physical, mental, intellectual or sensory impairments. 2. Person with benchmark disability: a person who is recognized as having at least 40% or more disability. 3. Person with disability having high support needs: a person who requires more assistance in daily life. 4. Establishment: government or private institutions, companies, organizations, etc. 5. Accessibility: the state of being able to use buildings, transport and information easily by persons with disabilities. 6. Equality: the state of being treated the same as others. 7. Discrimination: the unfair treatment or denial of opportunities to someone on the basis of disability. 8. Reasonable accommodation: the provision of necessary modifications, assistance to ensure equal rights for people with disabilities. 9. Universal design: the design of products and services in a way that can be used by everyone. 10. Special employment exchange centers set up to provide employment opportunities to people with disabilities. 11. Protected rights: fundamental rights such as education, employment, healthcare, and social security. 12. Types of disabilities: this act recognizes 21 types of disabilities, e.g. visual impairment, hearing impairment, autism, cerebral palsy, locomotor disability, etc.